ആരാധ്യക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഇതിനു മുമ്പ് ഇത്രയും ചെറിയൊരു കുട്ടിയെ അവൾ നോക്കിയിട്ടില്ല. വീട്ടിൽ ജ്യേഷ്ഠന്റെ കുട്ടികളുണ്ടെങ്കിലും അവരുമായി അവൾക്കത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവമേ, എന്നെ രക്ഷിക്കണേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. ആ പാവം കുഞ്ഞിന്റെ കരച്ചിൽ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. യുവാൻ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആരാധ്യ അവന്റെ വായുടെ ഫീഡർ അടുപ്പിച്ചു നോക്കിയെങ്കിലും അവൻ അത് കൈക്കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഒടുവിൽ സഹിക്കട്ടവൾ മറ്റൊന്നും ആലോചിക്കാതെ തന്റെ കൊടുത്ത അല്പം ഉയർത്തി. കരഞ്ഞു തളർന്ന യുവാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ സ്പർശനമേറ്റതും അവൻ പെട്ടെന്ന് ശാന്തനായി. കൃത്യം ആ സമയത്താണ് വാതിൽ ശബ്ദത്തോടെ തുറക്കപ്പെട്ടത്. അകത്തേക്ക് വന്ന രുദ്രപ്രതാപ് കണ്ട കാഴ്ച കണ്ട് അവിടെ തന്നെ സ്തബ്ധനായി നിന്നുപോയി. അവന്റെ കണ്ണുകൾ അത്ഭുതം വ്യക്തമായിരുന്നു. ആരാധിക്കാകട്ടെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. രുദ്രയുടെ നോട്ടത്തിൽ പലവിധ വികാരങ്ങൾ മിന്നിമറിഞ്ഞു. നാണക്കേട് കൊണ്ട് ആരാധ്യ തല താഴ്ത്തി. ഇതെന്താ, നിന്റെ രണ്ടാം ഘട്ടാണോ? നീ എന്താ അവന് ഫീഡ് ചെയ്യുകയാണോ? പുരികം ഉയർത്തിക്കൊണ്ട് അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ ഇപ്പോൾ അത്ഭുതമില്ലായിരുന്നു, പകരം ഗൗരവം നിറഞ്ഞു. അല്ല, അത് പിന്നെ ഞാൻ ആരാധ്യ വിക്കി സംസാരിക്കാൻ ശ്രമിച്ചു. പേടി കാരണം അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ബഹളത്തിനിടയിൽ ഇവാൻ വീണ്ടും കരയാൻ തുടങ്ങി. ആരാധ്യൊന്നും ചെയ്യാനാവാതെ തനിച്ചിരിക്കുമ്പോഴാണ് രുദ്രയുടെ നോട്ടം അവളിലേക്ക് വീണത്. അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക തിളക്കം മിന്നിമറഞ്ഞു. ആരാധ്യ വേഗത്തിൽ തന്റെ വസ്ത്രങ്ങൾ ശരിയാക്കി സാരിത്തുമ്പ് പുതക്കാൻ ശ്രമിച്ചു. രുദ്ര സാവധാനം അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിച്ചു ഫീഡർ വഴി പാൽ കൊടുത്തു തുടങ്ങി. ഈ കുട്ടി നല്ല ബുദ്ധിശക്തിയുള്ളവനാണെന്ന് എന്നോട് പക തീർക്കുന്നത് പോലെ തോന്നുന്നു. അച്ഛൻ്റെ കയ്യിലിരുന്നു കൊണ്ട് എത്ര സുഖമായാണ് അവന് പാല് കുടിക്കുന്നത് എന്ന് ആരാധ്യ മനസ്സിനുള്ളിൽ വിചാരിച്ചു. പക്ഷെ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർത്ത് അവൾ വല്ലാതെ പേടിച്ചു പോയി. അവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെടാനായി അവൾ അടിവെച്ചു. അവൾ ആ മുറി കടന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും രുദ്രപ്രതാപ് അവളുടെ കൈ പിടിച്ചു വലിച്ച് തൻ്റെ അരികിൽ ഇരുത്തി. ഇവിടെ നിന്ന് പോകാൻ ഞാൻ നിനക്ക് അനുവാദം തന്നിട്ടില്ല, അത് മറക്കണ്ട. ഇനി മുതൽ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാവൂ. നീ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാവൂ. നിനക്ക് വേണ്ടി ഞാൻ വലിയൊരു തുക തന്നെ നൽകിയിട്ടുണ്ട്. അയാളുടെ വാക്കുകൾ കേട്ടതും ആരാധ്യ തല താഴ്ത്തി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഈ കണ്ണുനീർ കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എൻ്റെ മനസ്സറിയുകയുമില്ല. വിവാഹത്തിന് മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായതാണ്. വിവാഹം നിന്റെ ഇഷ്ടപ്രകാരമാണ് നടന്നത്. ഇതൊരു 5 വർഷത്തെ കരാണ്. ഈ 5 വർഷം തീരുന്നതുവരെ എന്നെ തടയാൻ നിനക്കാവില്ല. അതെ, എനിക്ക് വേണമെങ്കിൽ ഈ ബന്ധം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാനും കഴിയും. കാരണം ഇതിനാവശ്യമായ തുക ഞാൻ മുൻകൂട്ടി നൽകി കഴിഞ്ഞു. അയാളുടെ പെരുമാറ്റത്തിൽ വലിയൊരു കാഠിന്യമുണ്ടായിരുന്നു. അയാൾ എത്രത്തോളം നെഞ്ചുള്ളവനാണെന്ന് ആരാധിക്കൂ ഇപ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഇതാ നോക്ക്, ഇനി ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കരുത്. നീ ഇപ്പോൾ ചെയ്ത ആ വിഡ്ഢിത്തമുണ്ടല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. നിനക്ക് സ്വന്തമായ ഒരു കുഞ്ഞുണ്ടാകുന്നവരെ വേറൊരു കുട്ടിയെയും ഫീഡ് ചെയ്യാൻ നിനക്ക് കഴിയില്ല. ഇത്രയും അടിസ്ഥാനപരമായ കാര്യം പോലും നിനക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അവളുടെ കാതുകളിൽ പല്ലമർത്തിക്കടിച്ചു. ആരാധന നിറഞ്ഞ കണ്ണുകളോട് അയാളെ നോക്കി ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്? ഞാൻ ക്രൂരനൊന്നുമല്ല, സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു ജീവിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ ബന്ധത്തിനും കൃത്യമായ സ്ഥാനമുണ്ട്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വെറും കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. യുവാൻ 6 വയസ്സ് തികയുമ്പോൾ നീ ഇവിടെ നിന്ന് പോകേണ്ടവളാണ്. നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും റിസ്കിലാക്കിയത് നിന്റെ സ്വന്തം തീരുമാനമായിരുന്നു. അതിന് പകരമായി ഞാൻ നിനക്ക് മുഴുവനായി 50 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. നീ അടുത്ത 5 കൊല്ലം ഒരു അസിസ്റ്റന്റ് ജോലി ചെയ്താൽ പോലും ഇത്രയും പണം നിനക്ക് സമ്പാദിക്കാൻ കഴിയില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് നീ എന്നോട് നന്ദി പറയുകയാണ് വേണ്ടത്. യുവാൻ ഇപ്പോൾ അയാളുടെ മടിയിൽ സമാധാനമായി ഉറങ്ങുകയാണ്. ആരാധ്യ അവനെ വളരെ ശ്രദ്ധയോടെ ബെഡിൽ കിടത്തിയതേയുള്ളൂ. അപ്പോഴേക്കും ആരോ വാതിലിൽ മുട്ടി. അവളുടെ ഹൃദയം ഭയം കൊണ്ട് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. രുദ്രപ്രതാപിന്റെ അമ്മയെ അവൾക്ക് വലിയ പേടിയാണ്. കാരണം അവരുടെ സ്വഭാവം വളരെ കഠിനമാണ്. സാവിത്രിദേവിക്ക് ആരാധ്യയെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ അത്ര ഇഷ്ടമല്ല. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അതിനെല്ലാം എന്ത് മറുപടി പറയണം, എന്ത് കഥ പറയണം എന്നതിനെക്കുറിച്ച് രുദ്ര നേരത്തെ തന്നെ ആരാധ്യയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് മോളെ? പ്രതാപ് എവിടെ? ആരാധ്യ പതറിക്കൊണ്ട്. അദ്ദേഹം ബാത്റൂമിലാണ്. അതിനെന്താ, അവൻ പുറത്തിറങ്ങുന്നവരെ നീ ഇവിടെ കാത്തു നിൽക്കുകയാണോ? ഇവിടെ നിന്ന് പോ, യുവാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നിന്റെ ആവശ്യമില്ല ഇവിടെ. വെറുതെ എൻ്റെ മകൻ്റെ മുറിയിലേക്ക് വരരുതെന്ന് നിനക്ക് എത്ര തവണ പറഞ്ഞു തരണം? നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ എനിക്ക് നന്നായി അറിയാം. പണക്കാരനായ ഒരു പയ്യനെ കണ്ടാൽ ഉടനെ ഈ വലിയ വീടിൻ്റെ മരുമകളാകാൻ സ്വപ്നം കാണും. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോയെ കളഞ്ഞേക്ക്. കാരണം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അല്ല അമ്മേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. മിണ്ടാതെ വിടുന്നു പോ. സാവിത്രിദേവി അവളെ പിടിച്ച് പുറത്താക്കുന്ന രീതിയിൽ മുറിയിൽ നിന്നും ഇറക്കിവിട്ടു.
ആരാധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പതുക്കെ നടന്ന വലിയ വീട്ടിൽ നിന്നും പുറത്തെ പുൽത്തകടിയിലേക്ക് വന്നു. ശൂന്യമായ പുൽത്തകടിയിൽ നിന്ന് അവൾ ആകാശത്തേക്ക് നോക്കി. ദൈവമേ, ഇനി കഷ്ടപ്പാടിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് അവൾ നിലത്തിരുന്നു. ഇനി ഇതൊന്നും സഹിക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഒരു വശത്ത് രുദ്രപ്രതാപ് തന്റെ വാക്കുകൾ കൊണ്ട് അവളെ എപ്പോഴും മുറിവേൽപ്പിക്കുന്നു. മറുവശത്ത് ഈ വീട്ടിലെ മനുഷ്യരുടെ ഇടയിലല്ല, മറിച്ച് കരിങ്കൽ പ്രതിമകൾക്കിടയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ് അവൾ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. 5 വർഷത്തേക്ക് അവൾ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ കരയാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ തലയുയർത്തി നോക്കിയപ്പോൾ രുദ്രപ്രതാപ് തന്റെ മുറിയുടെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടു. 2 കൈകളും റെയിലിങ്ങിൽ ഊന്നി അല്പം മുന്നോട്ടാഞ്ഞ് അവൾ അവളെ തന്നെ തീക്ഷ്ണമായി നോക്കുകയാണ്. കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് അവൻ ആരാധയെ അടുത്തേക്ക് വിളിച്ചു. അവന്റെ വിളി കണ്ടപ്പോൾ തന്നെ ആരാധയ്ക്ക് എന്തോ അപകടം വരാനിരിക്കുന്നെന്ന് തോന്നി. അവൾ ഉടനെ തന്നെ ഇല്ല എന്ന് തലയാട്ടി. ഒരു സാഹചര്യത്തിലും അവന്റെ അടുത്തേക്ക് പോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. രുദ്രയുമായി കൂടുതൽ അടുത്താൽ തന്റെ ജീവിതം തന്നെ നശിച്ചു പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. പക്ഷേ രുദ്രപ്രതാപന് അവളുടെ അവസ്ഥയെക്കുറിച്ചൊരു ചിന്തയുമില്ലായിരുന്നു. അവന്റെ മനസ്സിൽ അവന്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായി ഒരു പെൺകുട്ടിയെ അവനെ അത്രയധികം ആകർഷിച്ചിരുന്നു. ഇപ്പോൾ അവൾ അവന്റെ ഭാര്യയുമാണ്. അവനെ എങ്ങനെ അവൾ അകറ്റി നിർത്താൻ കഴിയും? അവൻ ഉടനെ ഫോണെടുത്ത് അവൾക്കൊരു മെസ്സേജ് അയച്ചു. നീ വൈകുന്നോറും എൻ്റെ ദേഷ്യം കൂടും. അതിനുശേഷം എന്ത് സംഭവിച്ചാലും ഉത്തരവാദി നീ മാത്രമായിരിക്കും. 5 മിനിറ്റുണ്ടിൽ എൻ്റെ മുറിയിലേക്ക് വരണം. ഒരു കൽപ്പന പോലെയായിരുന്നു ആ സന്ദേശം. അതിൽ ഭീഷണിയും അവളെ സ്വന്തമാക്കണമെന്ന വാശിയും ഉണ്ടായിരുന്നു. പേടിയോടെ വിറക്കുന്ന കൈകൾ കൊണ്ട് ആരാധ്യ മറുപടി അയച്ചു. നിങ്ങളുടെ അമ്മ കണ്ട വലിയ പ്രശ്നമാകും. മറുപടി കണ്ട ഉടനെ രുദ്ര അടുത്ത മെസ്സേജ് അയച്ചു. എങ്കിൽ നിന്റെ മുറിയുടെ വാതിൽ തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞവൻ അവൻ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് പോയി. ആരാധ്യ പേടിയോടെ അവിടെ തന്നെ നിന്നു. അല്പസമയത്തിനുള്ളിൽ രുദ്ര അവളുടെ മുന്നിലെത്തി നിന്നു. ആകാശം വിചിത്രമായി മാറിയിരുന്നു. കറുത്ത മേഘങ്ങൾ വന്ന് മൂടിക്കെട്ടി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്യാൻ. രുദ്ര അവളുടെ അടുത്തേക്ക് വന്നു. മുടിയകൾ പതുക്കെ പിന്നിലേക്ക് മാറ്റി പറഞ്ഞു. ശബ്ദം താഴ്ന്നതാണെങ്കിലും അതിൽ ഒരു കാഠിന്യമുണ്ടായിരുന്നു. നമ്മൾക്കിടയിൽ എന്ത് നടന്നാലും അതൊന്നും നീ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ 50 ലക്ഷം രൂപ തിരിച്ചു പിടിക്കുകയാണ്. അത്രമാത്രം. എങ്കിലും നിനക്ക് എപ്പോഴെങ്കിലും പണത്തിനൊരാവശ്യം വന്നാൽ ഒട്ടും മടിക്കാതെ എന്നോട് ചോദിക്കാം. കാരണം നീ ഇപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവളാണ്. നിങ്ങൾ ഇത്രയും ക്രൂരനാണോ? നിങ്ങളുടെ മനസ്സിൽ ലേശം ദയയില്ലേ? എന്നോട് എങ്ങനെയാണ് ഇത്ര പരുഷമായി സംസാരിക്കാൻ കഴിയുന്നത്? ആരാധ്യ കണ്ണീരോടെ അയാളെ നോക്കി ചോദിച്ചു. രുദ്രപ്രതാപ് ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ലോകത്തെ എല്ലാത്തിനും ഒരു വിലയുണ്ടെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. പകരം വെറും ന്യായമാണ് ചെയ്യുന്നത്. ഞാൻ നിനക്ക് ചെയ്ത സഹായത്തിന് പകരമായി നിനക്കൊരു നല്ല ഗോൾഡൻ ചാൻസ് ആണ് തന്നിരിക്കുന്നത്. രുദ്രയുടെ വാക്കുകൾ കേട്ട് ആരാധ്യയുടെ ഉള്ളം നിറച്ചു. അയാളുടെ സ്പർശനത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ അവൾ പിന്നിലേക്ക് നീയെങ്കിലും രുദ്ര അവളെ അരയിലൂടെ ചേർത്ത് പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചെടുത്തു. അവളുടെ ചൂടുശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. ആ 50 ലക്ഷം രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആ പണം തിരിച്ചു ചോദിച്ചാൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ആരാധ്യ ദേഷ്യം കൊണ്ട് പേടിയും കൊണ്ടും വിറച്ചുപോയി. നിങ്ങൾ ഇതിന് ഒരുപാട് അനുഭവിക്കും. ഒരു ദിവസം നിങ്ങൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കും. പക്ഷെ അന്ന് ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല, വിറക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. രുദ്ര ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. ആരാധ്യ, ഇത് സിനിമയോ നാടകമോ ഒന്നുമല്ല. ഇതൊരു യഥാർത്ഥ ജീവിതമാണ്. ഇവിടെ വില്ലൻ എപ്പോഴും വില്ലൻ തന്നെയായിരിക്കും. നീ ഇത് എത്ര വേഗം മനസ്സിലാക്കുന്നു അത്രയും നിനക്ക് നല്ലത്. ഞാൻ നിന്റെ ജീവിതത്തിലെ വില്ലനാണ്, അല്ലാതെ ഹീറോയല്ല. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്റെ ജീവിതത്തിലേക്ക് ഹീറോക്കും വരാൻ കഴിയില്ല. അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആരാധ്യ പരമാവധി ശ്രമിച്ചു. തന്നെ രക്ഷിക്കാൻ അവൾക്ക് പരിശ്രമിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ രുദ്ര അവളെ തോളിലേറ്റ് മുറികളിലേക്ക് നടന്നു. മുറിയിലെത്തിയതും അവളെ താഴെ നിർത്തിയിട്ട് അവൻ പറഞ്ഞു. നീ പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ. അത് കഴിഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അതോ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം? എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ട എന്ന് ആരാധ്യ ദേഷ്യത്തോടെ മുഖം തിരിച്ച് പറഞ്ഞു. രുദ്ര അതൊന്നും ഗൗനിക്കാതെ ഒന്ന് തോൾ കുലുക്കി. നീ എന്നെ എത്ര പുറത്താലും സത്യം മാറാൻ പോകുന്നില്ല. കാര്യങ്ങളെ ലളിതമായി കാണാൻ പഠിക്കും. ആരാധ്യയുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ വെറും സാധാരണ കാര്യമായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണിത്. ഇന്നത്തെ രാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന രാത്രിയായിരിക്കുമെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞത് കേട്ട് രുദ്ര കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒന്നും പറയാതെ പോയി സോഫയിലിരുന്നു. ആരാധ്യയും ഒന്നും മിണ്ടാതെ വിറക്കുന്ന കാലുകളോടെ വാഷ്റൂമിലേക്ക് പോയി. കുറെ നേരത്തേക്ക് അവൾ ഷവറിന് താഴെ തന്നെ നിന്നു. തണുത്ത വെള്ളം അവളുടെ ദേഹമാകെ നനക്കുന്നുണ്ടായിരുന്നുവെങ്കിലും
ഉള്ളിലെ പേടിയും പരിഭ്രമവും ഒട്ടും കുറഞ്ഞില്ല. പെട്ടെന്ന് പുറത്തുനിന്ന് രുദ്രപ്രതാപന്റെ ശബ്ദം കേട്ടു. നിനക്കിനി വെറും 10 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അത് കേട്ടതും അവൾ വല്ലാതെ പേടിച്ചുപോയി. അവളുടെ കൈകാലുകൾ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അത്രയും വേഗത്തിൽ അവൾ എന്ത് ചെയ്യാനാണ്? വേഗം ഒരു ടവൽ ചുറ്റി അവൾ പുറത്തേക്ക് വരാൻ നോക്കി. പക്ഷെ അവൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പരിഭ്രമത്തിനുള്ളിൽ വാഷ്റൂം ലോക്ക് ചെയ്യാൻ അവൾ മറന്നുപോയിരുന്നു. വാതിൽ തുറന്നതും വൃദ്ധാകത്തേക്ക് വന്നു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ എന്നെ നന്നായി വിശ്വസിക്കുന്നുണ്ടല്ലോ. പ്ലീസ് എന്നിൽ നിന്ന് കുറച്ച് മാറി നിന്ന് സംസാരിക്കും. രുദ്ര അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ആരാധ്യ, നീ സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റിക്കോ. നീ എന്നെ ഓർഡർ ചെയ്യുകയാണ്. സത്യത്തിൽ ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ ടവലിന്റെ അറ്റത്ത് പിടിച്ചു. ആരാധ്യ ഉടനെ അത് മുറുക്കി പിടിച്ച് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ഭയം പുറത്ത് വ്യക്തമായിരുന്നു. തൊട്ടടുത്ത നിമിഷം രുദ്ര അവളെ കൈകൾ കോരിയെടുത്തു. ആരാധ്യയുടെ നെഞ്ചിടിപ്പ് കൂടി. അവളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു പുരുഷൻ ഇത്ര അടുത്ത് വന്നിട്ടില്ല. അവളുടെ ലോകത്തേക്ക് ആദ്യമായി കടന്നു വരുന്ന വ്യക്തി രുദ്രയാണ്. പക്ഷെ അവളുടെ പരുക്കനും ധിക്കാരവുമായ പെരുമാറ്റം അവളെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. സാധാരണയില്ലാത്ത ആളുകളിൽ നിന്ന് അവൾ എപ്പോഴും അകന്നു മാറാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ബന്ധം കാരണം അവൾക്ക് അയാളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നില്ല. രുദ്ര അവളെ വളരെ ശ്രദ്ധയോടെ ബെഡിൽ ഇരുത്തി. കുറച്ചു നേരം നിശബ്ദനായി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ ആരാധ്യയുടെ മുഖത്ത് തന്നെ തറച്ചു നിന്നു. നീ ശരിക്കും ഒരുപാട് സുന്ദരിയാണ്, അയാൾ വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അയാളുടെ വാക്കുകൾ ആരാധ്യയുടെ ഉള്ളിലെ പേടി കൂട്ടി. രുദ്ര ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നീ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരാധ്യ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പ്ലീസ് എനിക്ക് കുറച്ച് സമയം തരൂ. രുദ്ര അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ ഇതിനകം ഒരുപാട് സമയം തന്നു കഴിഞ്ഞു. ഇതിലും കൂടുതൽ സമയം തരാൻ ആർക്കും കഴിയില്ല. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ആ മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. ആരാധ്യയുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. പരിഭ്രമത്തിൽ അവൾ അവന്റെ മുടിയിൽ മുറുക്കി പിടിച്ചു. അവളുടെ ശരീരം ആകെ വിറക്കാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലേക്ക് ഇതിനു മുമ്പ് മറ്റൊരു പുരുഷനും കടന്നു വന്നിട്ടില്ലെന്ന് രുദ്രക്ക് മനസ്സിലായി. ആ സത്യം അറിഞ്ഞതും രുദ്രപ്രതാപന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഒരു പക്ഷെ അവളുടെ നിഷ്കളങ്കത അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. കുറച്ചു സമയത്തിന് ശേഷം വളരെ താഴ്ന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു, നിനക്കിതുവരെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ആരും ഉണ്ടായിട്ടില്ലേ? ഇത്രയും അടുത്തുനിന്ന് ചോദിച്ച ആ ചോദ്യം കേട്ട് ആരാധ്യ അത്ഭുതത്തോടെ അവനെ നോക്കി. ഞാൻ അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും പോകാറില്ല, അവൾ പതുക്കെ പറഞ്ഞു. അവനിൽ നിന്ന് അല്പം അകലാൻ അവൾ ശ്രമിച്ചു. പക്ഷെ രുദ്ര അവളുടെ 2 കൈകളും പിടിച്ച് വീണ്ടും തന്റെ അടുത്തേക്ക് വലിച്ചു. അതിന് കാരണം എന്താണെന്ന് പറയാമോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ആരാധ്യ തല താഴ്ത്തി. ആരും എന്നെ വെറുതെ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ വിചാരിച്ചു. അത് കേട്ട് രുദ്ര ചെറുതായെന്ന് ചിരിച്ചു. പക്ഷെ ഇപ്പോഴും നീ ഉപയോഗിക്കുകയല്ലേ? അവൻ ചോദിച്ചു. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആരാധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് എന്റെ നിർഭാഗ്യമാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പക്ഷെ ദൈവം എന്നെ പരീക്ഷിക്കുകയായിരിക്കും. എന്നെ ബഹുമാനിക്കുന്ന, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകുന്ന ഒരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അവളുടെ വാക്കുകൾ കേട്ട് രുദ്ര ഉറക്കെ ചിരിച്ചു. ഈ കാലത്ത് ആരും ആർക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാവില്ല ആരാധ്യ. ഇതൊക്കെ പുസ്തകങ്ങളിലും സിനിമകളിലും കേൾക്കാൻ മാത്രമേ നല്ലത്. എത്രയും വേഗം ഈ ചിന്താഗതിയിൽ നിന്നും പുറത്തു വരുന്നു അത്രയും നിനക്ക് നല്ലത്. അത്രയും പറഞ്ഞ് ഞാൻ അവളിൽ നിന്നും അല്പം മാറി നിന്നു. പരിഭ്രമത്തോടെ തന്റെ മുടി ശരിയാക്കി. ആരാധ്യ നിശബ്ദയായ അയാളെ നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയപ്പോൾ അവളുടെ മനസ്സിന് ഏറിയൊരു ആശ്വാസം തോന്നി. പക്ഷേ രുദ്ര മുറിക്ക് പുറത്തേക്ക് പോയില്ല. അയാൾ ചെന്ന് മുറിയിലെ ലൈറ്റുകളെല്ലാം അണച്ചു. മുറിയിൽ നേരെ ഇരുട്ട് പടർന്നു. ആരാധ്യ ഒന്ന് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് തലയിണയിലേക്ക് തല ചായ്ച്ചു. രുദ്ര അവളുടെ അടുത്തേക്ക് വന്നു. വളരെ സാവധാനം അവളുടെ മുടിയിലെ ടവലിന്റെ അരികുകൾ വകഞ്ഞു മാറ്റി. അവളുടെ ഹൃദയമിടിപ്പറിഞ്ഞുകൊണ്ട് അവൻ ആ ചുണ്ടുകളിലേക്ക് മുഖം അടുപ്പിച്ചു. ആരാധ്യയുടെ ശരീരത്തിലൂടെ മിന്നൽ പിന്നർ കടന്നു പോയതുപോലെ തോന്നി. അവനിൽ നിന്നും അകന്നു മാറണമെന്ന് അവൾ ആഗ്രഹിച്ചെങ്കിലും എന്തൊക്കൊണ്ടോ അതിന് കഴിഞ്ഞില്ല. ഒരു വിചിത്രമായ ലഹരി പോലെ അവന്റെ സമീപം അവളുടെ ശരീരമാകെ പടർന്നു. രുദ്രയുടെ ചുണ്ടുകൾ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഇതുവരെ മറ്റൊരു പുരുഷനും അവളെ സ്പർശിച്ചിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ അത്രമേൽ സാവധാനത്തിൽ അവളിലേക്ക് അരിഞ്ഞു ചേർന്നു. രാവിലെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ദ്രുതമുറിയിൽ എവിടെയും ഇല്ലായിരുന്നു. അവളുടെ മുഖത്ത് കഴിഞ്ഞ രാത്രിയുടെ അടയാളം വ്യക്തമായിരുന്നു. രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഒരു സിനിമാറിൽ പോലെ അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. അവളുടെ ഹൃദയമെടുപ്പ് വേഗത്തിലായി. സ്വയം നിർദ്ദിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് ടേബിളിൽ മുറുകെ പിടിച്ചു നിന്നു. ദൈവമേ, ഞാൻ എന്ത് പണിയാണ് കാണിച്ചത്? അവൾ അറിയാതെ കരഞ്ഞുപോയി. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എല്ലാം നശിച്ചു. അവൾക്ക് തന്നോട് തന്നെ കടുത്ത ദേഷ്യം തോന്നി. രുദ്ര ഞാൻ എന്തിനാണ് അത്രയും അടുപ്പിച്ചത് എന്ന് അവൾ വീണ്ടും വീണ്ടും ആലോചിച്ചു.
ആ നിമിഷങ്ങളിൽ താനും അല്പം വീക്കായിപ്പോയി എന്നോർത്തപ്പോൾ അവൾക്ക് കുറ്റബോധം ഏറി വന്നു. മുറിയിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കണമെന്നും തന്റെ ജീവിതം മാറി മറിഞ്ഞ ഈ വലിയ വീട് തീയണമെന്നും വാശി അവൾക്ക് തോന്നി. ആരാധ്യ പതുക്കെ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിലെത്തി. സ്വയം ഒന്ന് നോക്കി ആകെ ഞെട്ടിപ്പോയി. എന്നാൽ മുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിന്റെ കണ്ണാടിയിൽ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. വിറക്കുന്ന കൈകളോട് അവൾ ആ സ്റ്റിക്കി നോട്ട് എടുത്ത് വായിച്ചു. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: രാത്രി ഒന്നും നടക്കാത്തതുപോലെ ഇരിക്കുക. അത് വായിച്ചതും അവളുടെ കണ്ണുകൾ സങ്കടം കൊണ്ടു നിറഞ്ഞു. അയാൾക്ക് ഇതെല്ലാം ഇത്രയും സാരമാണ്. അവൾ ഉള്ളിൽ ആത്മകഥം ചെയ്തു. എനിക്ക് യാതൊരു വിലയുമില്ലേ? രുദ്രയുള്ള ദേഷ്യമാണ് പൊട്ടിയൊഴുകി. അവൾ കരഞ്ഞുകൊണ്ട് തറയിലിരുന്നു പോയി. ഐ രുദ്ര പ്രതാപം, എന്റെ കൈകൾ ആയിരുന്നെങ്കിൽ എന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും സഹായതയും ഒരേ സമയം ഇരച്ചു കയറി. താൻ പൂർണ്ണമായും തകർന്നു പോയതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് വാതിൽ ആരും ശക്തമായി മുട്ടിയത്. എന്റെ മരുമോളെ, വേഗം പുറത്തേക്ക് വാ. പുറത്തു നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. നിന്നെ വിളിക്കാൻ ദിവസവും അങ്ങോട്ട് വരണമെന്നുണ്ടോ? അവൾ ഈ വീട്ടിലെ ജോലക്കാരിയായ കമലയാണ്. സാവിത്രി ദേവിയുമായി അവൾക്ക് വലിയ അടുപ്പമാണ്. ആ ധൈര്യത്തിലാണ് അവൾ മറ്റുള്ളവരോട് പോലും ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത്. വീട്ടിൽ ആരും തന്നെ അവളോട് എതിർത്ത് സംസാരിക്കാറില്ല. കാരണം അവൾ ഉടനെ ചെന്ന് സാവിത്രിയമ്മയോട് പരാതി പറയും. കമല എപ്പോഴും കാര്യങ്ങൾ അല്പം കുട്ടിപ്പൊക്കിയേ പറയും. ഇതാ വരുന്നു, ഒന്ന് ക്ഷമിക്കൂ, ആരാധ്യ പതുക്കെ പറഞ്ഞു. അവൾ താഴത്തെ ഹാളിലേക്ക് എത്തിയതും സാവിത്രി ദേവി ഉടനെ യുവാനെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. നീ ഇവനെ എന്താ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോകാത്തത്? അവർ ദേഷ്യത്തോടെ ചോദിച്ചു. ആരാധ്യ വളരെ കൂളായ മറുപടി നൽകി. നിങ്ങൾ തന്നെയല്ലേ ഇവനെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറഞ്ഞത്? താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തിരിച്ചു കേട്ടപ്പോൾ സാവിത്രി ദേവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അല്ല, നിന്നെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? അപ്പോഴാണ് പിന്നെ യുദ്ധാപ്രതാപന്റെ ശബ്ദം കേട്ടത്. ഇവിടെ എന്താ നടക്കുന്നത്? അയാൾ വന്നതോടെ രണ്ടുപേരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. പക്ഷെ ആരാധിക്ക് അയാളുടെ മുഖത്തേക്ക് നേരെ നോക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസത്തേക്ക് അയാൾ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്ന് അവൾ കരുതിയിരുന്നു. രുദ്ര അത്രത്തോളമാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് തലയുയർത്തി നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. രുദ്ര അവളുടെ അടുത്തേക്ക് അല്പം കുനിഞ്ഞു പറഞ്ഞു. ആരാധ്യ പരിഭ്രമത്തോടെ രണ്ടിട്ട് പിന്നിലേക്ക് മാറി. ഇനിയൊരു പരാതിക്ക് ഞാൻ ഇടവരില്ല. യുവാനെ ഞാൻ നന്നായി നോക്കിക്കോളാം. എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ അവനെ നോക്കും, അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടിട്ട് രുദ്ര ചിരിച്ചു. നിന്നിൽ നിന്ന് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. നിന്റെ ഈ കഴിവ് കൊണ്ടാണ് നിനക്ക് ഇത്രയും പണം കിട്ടുന്നത്. അതുകൊണ്ട് നിന്റെ ജോലി കൃത്യമായി ചെയ്യുക. പിന്നീട് ഗൗരവത്തോടെ അവൻ തുടർന്നു. ആത്മാർത്ഥമായി ജോലി ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നീട് കണക്ക് ചോദിക്കേണ്ടി വരും. ശരി, എനിക്ക് മനസ്സിലായി, ആരാധ്യ പരിചയത്തിൽ പറഞ്ഞു. അതിനുശേഷം രുദ്ര തന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അമ്മ, എനിക്ക് അമ്മയുടെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാറുണ്ട്. ആരാധ്യത കേൾക്കാൻ ശ്രമിച്ചെങ്കിലും സാവിത്രി ദേവി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവൾ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. അവൾ യുവാനെ എടുത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങൾ അവൾ കൂടുതൽ സമയം യുവാനൊപ്പമായിരുന്നു. സത്യത്തിൽ മുൻപൊന്നും അവൾക്ക് കുട്ടികൾ അത്ര ഇഷ്ടമല്ലായിരുന്നു. അമ്മാവന്റെ മക്കൾ വീട്ടിൽ വന്ന് അവൾ അവരെ വഴക്ക് പറഞ്ഞു വിടുമായിരുന്നു. തെരുവിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോഴും പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ശകാരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 1 വയസ്സുകാരനായ ഈ കുഞ്ഞവയെ നോക്കി നോക്കി അവളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരമ്മയെപ്പോലെ അവൾ അവനെ അത്രയധികം കരുതലോടെ നോക്കാൻ തുടങ്ങി. ആരാധ്യ അൻഷുമാനെ പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരു പക്ഷെ അവൻ അമേരിക്കയിൽ ജോലി കിട്ടി കാണുമെന്ന് അവൾ വിശ്വസിച്ചു. അൻഷുമാന് നല്ലൊരു ജോലി കിട്ടിയ രുദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ 50 ലക്ഷം രൂപ തിരിച്ചു നൽകി ഇവിടെ നിന്ന് എന്നേക്കും രക്ഷപ്പെടാമെന്നാണ് മനസ്സിൽ കരുതി. സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുകയും അവരുടെ ഉള്ളിൽ പേടി നിറയുകയായിരുന്നു. ഒരു പക്ഷെ ഞാൻ ഗർഭിണിയായ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും? അവൾ ആകുലപ്പെട്ടു. ആ സമയത്താണ് രുദ്രപ്രത പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നെത്തായെന്ന സ്വരത്തിൽ ചോദിച്ചു. എന്താ ഇത്ര ആലോചന? പെട്ടെന്ന് പേടിച്ചു പോയാൽ എനിക്ക് സുഖമില്ല എന്ന് പതുക്കെ പറഞ്ഞു. അത് കേട്ട് രുദ്രന്ന് പരിഹസിച്ചിരിച്ചു. ഭാര്യമാരെ പോലെ ഇങ്ങനെ ഒഴിവുകഴിവുകൾ പറയല്ലേ. നമ്മുടെ ഇടയിൽ ഭാര്യ ഭർത്താവ് ബന്ധമൊന്നുമില്ലെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും എനിക്കറിയാം. ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ആരാധ്യ പറഞ്ഞു. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്. എനിക്കും പനി വരാം, എനിക്കും ക്ഷീണം തോന്നാം. അവളുടെ കവിളിൽ തലോടി കൊണ്ട് രുദ്ര ചിരിച്ചു കൊണ്ട് പറഞ്ഞു. എന്തിനാ ഇത്ര ദേഷ്യം? നിന്റെ പനിയൊക്കെ ഞാൻ ഒരു നിമിഷം കൊണ്ട് മാറ്റാം. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അറപ്പാണ് തോന്നിയത്. ഞാൻ വരില്ല എന്നവൾ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ രുദ്ര അത് കേട്ട ഭാവം നടിച്ചില്ല. കഴിഞ്ഞ തവണ പൂർത്തിയാക്കാതെ പോയി ഇത്തവണ നമുക്ക് പൂർത്തിയാക്കണം, അവൻ പറഞ്ഞു നിർത്തി. അവൻ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് സാവിത്രി ദേവി വീട്ടിലല്ലായിരുന്നു. എന്നാൽ ആരാധ്യയും രുദ്രയും മുറിയിലേക്ക് പോകുന്നത് ആ വീട്ടിലെ വേലക്കാരി കമല കണ്ടു.
കഴിഞ്ഞ 5 വർഷമായി ആ വീട്ടിൽ ജോലി ചെയ്യുന്ന കമലക്ക് അവിടെ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഒരു കണ്ണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരാധ്യക്ക് എത്ര വേണ്ടെന്ന് കരുതിയ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല. അവൾ സാധാരണ വികാരങ്ങൾ ഒരു പാവം പെൺകുട്ടിയല്ല. ഒരു മനുഷ്യനുമായി ഇത്രയും ആഴത്തിലുള്ള ബന്ധം ഉണ്ടായ ശേഷം അവരെ പൂർണ്ണമായി അവഗണിക്കുക എന്നത് അത്ര എളുപ്പമല്ലല്ലോ. തന്റെ മനസ്സിലൂടെ ചെറിയ പ്രതീക്ഷ തടയപ്പെട്ടു. എന്നെങ്കിലും ഒരിക്കൽ വൃദ്ധ തന്നെ ഭാര്യ അംഗീകരിക്കുമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വന്തമാക്കുമെന്നും അവൾ സ്വപ്നം കണ്ടു. പക്ഷെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തകർന്നു പോയി. ഒരു ദിവസം ആരോടും പറയാതെ രുദ്ര ലണ്ടനിലേക്ക് പോയ വിവരം അവൾ പെട്ടെന്ന് അറിഞ്ഞു. അവൻ ആരാധ്യയോട് ഒന്നും പറഞ്ഞിരുന്നില്ല. പോകുമ്പോൾ ഒന്നും സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഇതറിഞ്ഞ അവളുടെ നെഞ്ച് തകർന്നു പോയി. അവൾ ഉടനെ രുദ്രയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോകുന്നതിന് മുമ്പ് രുദ്ര തന്റെ അമ്മയായ സാവിത്രിയുടെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. 5 വർഷം തികയുന്നതിന് മുമ്പ് ആരാധ്യയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. അങ്ങനെ ചെയ്താൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. എന്റെ അമ്മക്ക് പണത്തോടുള്ള ആർത്തിയും നഷ്ടം വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ലെന്നും രുദ്രക്ക് നന്നായി അറിയാമായിരുന്നു. ആരാധ്യ കരഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് മനസ്സിൽ പറഞ്ഞു. രുദ്ര പ്രതാപ്, നീ കുളത്തി ഈ തീയിൽ നീ തന്നെ വെന്തുരുകും. നിനക്കെവിടെയും ഒരിക്കലും മനസ്സമാധാനം കിട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സന്തോഷങ്ങളെല്ലാം നിന്നിൽ നിന്ന് അകന്നു പോകണം. എന്നെ നീ എത്രത്തോളം വേദനിപ്പിച്ചു അത്ര വേദന നീയും അനുഭവിക്കണം. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ രുദ്ര പ്രതാപനെ ശപിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ മനസ്സ് ദേഷ്യവും സങ്കടവും നിസ്സഹായതയും കൊണ്ട് നിറഞ്ഞിരുന്നു. കുറെ സമയത്തിന് ശേഷം അവൾ തന്റെ ദേശനായ അൻഷുമാനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. വിറക്കുന്ന കൈകളോട് അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടപ്പോൾ അവൾക്ക് നേരിയൊരു ആശ്വാസം തോന്നി. ഹലോ. അപ്പുറത്ത് നിന്ന് ആ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചേട്ടാ, സുഖമാണോ? നിങ്ങൾ അമേരിക്കയിലെത്തിയില്ലേ? എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ തൊണ്ടയിടറി. കരച്ചിലടക്കാൻ അവൾ പാടുപെട്ടു. ഏട്ടാ, എന്നെയും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ എന്നെയും അങ്ങോട്ട് വിളിക്കാമെന്നും ആ 50 ലക്ഷം രൂപ തിരികെ നൽകാമെന്നും നിങ്ങൾ പറഞ്ഞതല്ലേ? അവൾ പറഞ്ഞു തീരും മുമ്പ് അൻഷുമാൻ ദേഷ്യത്തോടെ ചോദിച്ചു. നീ എന്തു തരം പെങ്ങളാണ്? നിന്റെ ജ്യേഷ്ഠനൊന്ന് സമാധാനമായി ഇരിക്കാൻ സമ്മതിക്കില്ലേ നീ? അവന്റെ ശബ്ദത്തിൽ ദേഷ്യം പ്രകടമായിരുന്നു. ശരിക്കും ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിനക്കറിയാമല്ലോ. വിവാന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി. അല്ലാതെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതല്ല. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടത്. പപ്പ, എനിക്ക് ആ ടെഡ്ഡി ബിയർ വേണം. വിവാന്റെ ശബ്ദം കേട്ടതും ആരാധ്യ ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ജ്യേഷ്ഠൻ ഹോസ്പിറ്റലിൽ അല്ലെന്നും ഏതോ മാളിൽ കറങ്ങി നടക്കുകയാണെന്ന് ഇപ്പോൾ അവൾക്ക് വ്യക്തമായി. ഏട്ടാ, ഞാൻ ആരോടാണ് പണം വാങ്ങിയത്? അവർ ഇപ്പോൾ അത് ചിരിച്ചു ചോദിക്കുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല. അവളുടെ അമ്മ എന്നോട് അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ആരാധ്യയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അൻഷുമാൻ വളരെ നിസ്സാരമായി പറഞ്ഞു. എവിടെയെങ്കിലും പോയി ചാവും. അതാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് തീരും. അത് കേട്ടതും ആരാധ്യയുടെ ഉള്ള തകർന്നു പോയി. ഏട്ടാ, നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. നോക്ക്, എൻ്റെ മൂഡ് ഓഫ് ആക്കരുത്. അൻഷുമാനെ ദേഷ്യത്തിൽ അലറി. എൻ്റെ ലൈഫിൽ ഓൾറെഡി ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. നീ എന്ത് വേണമെങ്കിലും ചെയ്യ്, എവിടെ വേണമെങ്കിലും പോയിക്കോ. പക്ഷെ എൻ്റെ പിന്നാലെ നടക്കുന്നതൊന്നും നിർത്ത്. നീ എൻ്റെ ഫോൺ വിളിക്കരുത്. നിന്നെ ഇത്രയും വലുതാക്കിയില്ലേ, അത് തന്നെ വലിയ സഹായം. പോയി വല്ല ജോലിയും നോക്ക്, വല്ല ഹോസ്റ്റലിലും പോയി താമസിക്ക്. ഇനി മേലാൽ എന്നെ വിളിച്ചു പോകരുത്. അൻഷുമാന്റെ വാക്കുകൾ കേട്ട് ആരാധ്യയുടെ സങ്കടം ഇരട്ടിച്ചു. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കഷ്ടപ്പാടുകൾ അവളെ ആകമേ തളർത്തിയിരുന്നു. അവൾ സ്വന്തം തോളുകൾ കൈവകൾ വെച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ സ്വയം നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചു. ആരാധ്യ, നേരമായിരിക്കൂ, എല്ലാം ശരിയാകും എന്ന് കരഞ്ഞുകൊണ്ട് അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഇപ്പോൾ അവളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആരും അവശേഷിച്ചിട്ടില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു നല്ല സുഹൃത്ത് പോലും അവൾക്കില്ല. എന്താണെന്നറിയില്ല, അവളുടെ ജീവിതത്തിലേക്ക് ആര് വന്നാലും കുറച്ചു കാലം കഴിയുമ്പോൾ അവളെ തനിച്ചാക്കി എന്നേക്കും പോയി പോവുകയാണ്. അവളുടെ ഫ്രണ്ടായിരുന്ന റിയ ഇപ്പോൾ ഈ ലോകത്തിലില്ല. റിയ പോയതിനു ശേഷം മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്താൻ ആരാധ്യ ശ്രമിച്ചതുമില്ല. അവിടെ ഒരു കസേരയിലിരുന്നു. രാത്രി 2 മണിയാകും. ആ വലിയ വീട് മുഴുവൻ നിശബ്ദതയിൽ മുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും അവരുടെ മുകളിൽ സമാധാനമായി ഉറങ്ങുന്നു. എന്നാൽ ആരാധ്യക്ക് മാത്രം ഉറക്കവും മനസ്സമാധാന നഷ്ടമായിരിക്കുന്നു. കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മകൾ ഓരോന്നായി അവളുടെ കൺമുന്നിൽ മിന്നിമറയുന്നു. ഒരു കാലത്ത് അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകളായിരുന്നു. ഒന്നും ചോദിക്കാതെ തന്നെ അവളുടെ ഓരോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും അച്ഛൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. ലോകത്തിന് എന്തിനേക്കാളും അധികമായി അമ്മ അവളെ സ്നേഹിച്ചു. ആ വീട്ടിൽ എപ്പോഴും അവളുടെ പേര് മാത്രമേ കേട്ടിരുന്നുള്ളൂ. അവൾക്ക് അൻഷുമാൻ എന്ന പേരുള്ള ഒരു മൂത്ത ഏട്ടനുണ്ട്. അവർ തമ്മിൽ ഏകദേശം 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു റോഡ് അപകടത്തിൽ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി.
അതിനുശേഷം അൻഷുമാനാണ് അവരുടെ പഠനവും ബാക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്തിയത്. അതുവരെ എല്ലാം നന്നായി തന്നെ പോയിരുന്നു. എന്നാൽ അൻഷുമാന്റെ കല്യാണം കഴിഞ്ഞതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അൻഷുമാന്റെ ഭാര്യയ്ക്ക് ആരാധ്യയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾ ജോലി എന്തു കാര്യം ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടു അവളുടെ പതിവായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ നാഥൻ എല്ലാ പരിധികളും ലംഘിച്ചു. ആരാധ്യയുടെ മദ്യപാനിക്കും ചൂതാട്ടക്കാരനും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ ഭാഗ്യത്തിന് കൃത്യസമയത്ത് സത്യം പുറത്തു വന്നു. ഈ വിഷയത്തിൽ അൻഷുമാൻ തന്റെ ഭാര്യയോട് വളരെയധികം ദേഷ്യപ്പെട്ടു. പക്ഷെ അവൾ മാപ്പ് ചോദിക്കലിന് പകരം തിരിച്ചൊരു നാടകം തന്നെ കളിച്ചു.